നമസ്കാരം. നമസ്കാരം. കറച്ചാലിലെ മുരളീധരൻ ചേട്ടൻ, അങ്ങനെയാണ് എല്ലാരും അറിയുന്നത്. അതെ അതെ. അപ്പം ഞാൻ അറിയാൻ പോകുന്ന ഒരു വിഷയം പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ചെയിനും സോക്കറ്റും. നമ്മള് പല പ്രാവശ്യമായിട്ട് ഞാൻ ചെയിൻ സോക്കറ്റ് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഷോറൂമിൽ കൊണ്ടുവന്നോണ്ടേ പുതിയ വണ്ടിയാ ഞാൻ എടുത്ത സമയത്ത് ഞാൻ ഈ ഷോറൂമിൽ കൊണ്ടുപോയി കഴിയുന്നോണ്ടേ അവര് പറയും ചെയിൻ സോക്കറ്റ് മാറാനേ പറയത്തുള്ളൂ. അവരെല്ലാം കൂടുതലൊന്നും പറയത്തില്ല. അപ്പം തന്നെ നമ്മൾ 3500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവാ. മെക്കാനിക്കിന്റെ അടുക്കലും എല്ലായിടത്തും ചെന്നായിരുന്നു. അപ്പൊ അവിടെ എല്ലാം ചെന്നപ്പം അവര് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാരും പറയുന്നത് ചെയിൻ സോക്കറ്റ് മാറുക. 2 മാസം ഓടി കഴിയുമ്പോഴേക്കും വണ്ടിക്ക് ഭയങ്കര സൗണ്ടും ഭയങ്കര ഒരു പറവറാന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം എന്നും നമുക്ക് 2 മാസം കൂടുമ്പോൾ ചെയിൻ സോക്കറ്റ് മാറാൻ നമ്മളെ കൊണ്ടുള്ള ബഡ്ജറ്റ് ഇല്ല. ഇപ്പൊ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 5 വർഷമായി. അപ്പൊ 5 വർഷത്തിനിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയിൻ സോക്കറ്റ് മാറി. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. അപ്പം ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയിൻ സോക്കറ്റ് മാറിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് 1 വർഷമായിട്ട് ഒരു കുഴപ്പവുമില്ല. ചേട്ടന്റെ അടുക്ക് വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ല. കാരണം ചേട്ടൻ അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് തന്നു. അതാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്. ആ കാര്യങ്ങൾ എന്തുവാണ് ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തുവാണെന്നാണ് ബുള്ളറ്റിനെ പറ്റിയുള്ളത്. നമ്മൾ നേരിട്ട് ഇത് അഴിച്ച് കാണിക്കുകയാണ് പ്രേക്ഷകർ. നമുക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്റെ പോകന്റെ ബെയറിങ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ഓയിലോ അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഷോറൂമിൽ ആ ബെയറിംഗ് മാറത്തില്ല, അവര് ഫുള്ളായിട്ട് അങ്ങ് മാറുക. സ്വല്പം വിളക്കം ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ഈ വണ്ടി എടുക്കുന്നവരൊക്കെ 2 മാസം കൂടുമ്പോഴേക്കും ചെയിൻ സോക്കറ്റും കംപ്ലൈന്റ് ആകുന്നതുകൊണ്ട് ഈ സൗണ്ട് ആകുന്നതുകൊണ്ട് അവർ കൊണ്ട് മാറുക. ബെയറിംഗ് മാറണം. പിന്നെ അത് കൃത്യമായിട്ട് കൃത്യം ടൈറ്റ് ആയിരിക്കണം. അതെ. പിന്നെ അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് പ്രേക്ഷകരെ നേരിട്ട് കാണിക്കാം. ആ ബെയറിംഗ് മാറുന്ന കാര്യം ഒന്ന് നേരിട്ട് കാണിക്കാം. ചേട്ടൻ എങ്ങനെ ആ ബെയറിംഗ് എത്ര എമൗണ്ട് എത്ര തന്നെ ബെയറിംഗിനോ? ബെയറിംഗിന് 250 രൂപ. 250 രൂപ എമൗണ്ട് വരുന്നുണ്ട്. ഷോറൂമിൽ കൊണ്ട് കൊടുത്താൽ എത്ര രൂപ? 3500 രൂപ. അപ്പം അങ്ങനെ ഒരു കേസിട്ട് ചേട്ടൻ വളരെ ലാസ്റ്റ് വളരെ നിസ്സാരമായിട്ട് ചേട്ടൻ അത് റെഡിയാക്കി തരുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഈ ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാരും ബുള്ളറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ ചേട്ടൻ അത് കാര്യം ഒന്ന് കാണിച്ചു തരും. ഓക്കെ, കഴിച്ചു നോക്കാം. മുരളീധരൻ ചേട്ടാ, ഇത് അഴിക്കാൻ ഇത്ര പാടാണല്ലേ? ഇത് മറ്റേ പോലെ ഇത്ര എളുപ്പമല്ല. അല്ല, ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ എടുത്തു പോകാൻ പറ്റുള്ളൂ. ഇത് ബാഗിലും ഡിസ്ക് ആയതുകൊണ്ടല്ലേ? ഡിസ്ക് കൃത്യം സ്പേസേ ഉള്ളേ. ഇതിപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള വണ്ടി നമ്മൾ അറിയാത്ത ഈ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നാളെ ഒരു സംഭവം വലിയ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയായിരുന്നു. അപ്പൊ പഞ്ചറായി പോയി കഴിഞ്ഞോടെ ഞാന് ഇത് അറിയാത്ത ഒരു ടയറുടെ കൊണ്ട് കൊടുത്തോണെ അവർ മൊത്തം ഇത് എങ്ങനെയൊക്കെയോ എടുത്തതിന് ശേഷം ഇത് അങ്ങനെ അഴിച്ചപ്പം ഇവിടെ വന്ന് ഈ സാധനം മുട്ടി ദിവസേല് മുട്ടി. എനിക്ക് ഏകദേശം 3000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അത് തന്നെ ഈ സംഭവത്തിന്റെ പേരിലോ ഇവിടെ ഈ സംഭവം സോക്കറ്റ് ഹബ്ബ്. നമ്മളിപ്പോ ഈ ടയർ കടയിലൊക്കെ നമ്മള് പഞ്ചറായി കഴിഞ്ഞ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലതേ ഉള്ളൂ. അതെയാ, കേബിളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാലേ അതിന് തന്നെ 10,000 രൂപ വിലയുള്ള കേബിളിനൊക്കെ അല്ലേ? പിന്നെ അതുകൊണ്ട് ചേട്ടാ ബാക്കി കാര്യങ്ങൾ ഇത് എടുത്തിട്ടുണ്ടോ? അന്ന് കാണിച്ചേ. കുറച്ച് സമയം എടുത്തല്ലേ അത് എടുക്കാൻ വേണ്ടി? ഇച്ചിരി എളുപ്പം എടുക്കാം. ശരി. സൂക്ഷിച്ചില്ലെങ്കിലേ ഈ കേബിൾ എല്ലാം പൊട്ടിപ്പോയെങ്കിൽ ഇതന്നെ മുരളീധരൻ ചേട്ടാ, ഇത് അഴിക്കാൻ പോകണോ? ഇത് പോക്കറ്റ് ഊരി എടുക്കാൻ പോവാണേ. ഏതാ പോക്കറ്റ് ഊരി എടുക്കാൻ പോവാ? ഇതോ സോക്കറ്റ്? ഇതോ ഊരി എടുക്കാൻ പോവാ. കഴിക്കാണ്ടിരിക്കുന്ന എടുത്തിട്ടുണ്ട്. ചെയിനോട് വൃത്തിയാക്കണം. ചെയിൻ വൃത്തിയാക്കണോ? ഇതിനകത്ത് നമ്മൾ അന്ന് സംഭവം അഴിച്ചെടുത്തില്ലേ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതിന്റെ ഈ ബെയറിംഗ് കൂടെ മാറ്റണം. അതതിന്റെ തകരാറ് ആണോ? പിന്നെ ചെയിന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നമുക്ക് വൃത്തിയാക്കിയിടണം. എന്നിട്ട് വേണം ഓരോ ഇവിടെ ഇടാനായിട്ട്. ഇതിന്റെ ഈ ബെയറിംഗ് കൂടെ നമുക്ക് മാറണം. ബെയറിംഗ് ഒരു പ്രധാന ഘടകമായി പോകന്റെ. അപ്പം ഇതോടെ നമ്മൾ പുതിയ ഇടുകയാണ് ഇനിയിപ്പം. ഓക്കെ,
ഇപ്പൊ കറങ്ങുമ്പോൾ ഇതിന് ഒരു ചലനം വരാൻ പാടില്ല. അതിനാണ് ഈ ബെയറിംഗ് പറഞ്ഞിട്ട് ബസ്. ഒരു 250 രൂപ റേഞ്ച് വരും. 250 രൂപ റേഞ്ചാണ് ബെയറിംഗിന്റെ വില വരുന്നത്. നമുക്ക് ഈ ഊരണേ ഇച്ചിരി താമസമുണ്ട്. ഇത് ചെയിനെല്ലാം അപ്പടി അഴുകാം. ചെയ്യുമ്പോൾ നമുക്ക് ബെയറിംഗ് ഈ ബെയറിംഗ് നമുക്ക് മാറേണ്ടതാണ്. പോക്കറ്റിന്റെ ബെയറിംഗ് ആണ് 6500 സീൽ ബെയറിംഗ്. ഇത് പല കമ്പനിയുടെ ഉണ്ട്. അത് ഏതായാലും നല്ലത് മേടിച്ചിടുക. അടുത്ത ചെയിൻ ഊരി എടുത്തിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, ശരി. നമ്മൾ ഈ പഴയ ചെയിനെ ഊരി എടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ശരി.